ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നന്ദി പറഞ്ഞ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ഡൽഹിയിൽ നിന്നും ജാതിമത ഭേദമന്യേ നിരവധി പിന്തുണകൾ ലഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സഭയ്ക്കും വിശ്വാസികൾക്കുമൊപ്പം നിന്ന എല്ലാവർക്കും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ ആശ്വാസമുണ്ടെങ്കിലും അവർക്കെതിരെയുള്ള കേസ് എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കാൻ നടപടികളുണ്ടാകണം. രാജ്യത്ത് ന്യൂനപക്ഷ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ധ്വംസിക്കപ്പെടരുത്. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് ആവശ്യപ്പെട്ടു. മലയാളികളായ വന്ദന, പ്രീതി എന്ന രണ്ട് സിസ്റ്റേഴ്സ് ആഗ്രയിൽ ജോലി ചെയ്യുന്നവർ അവരുടെ ആശുപത്രിയിലേക്ക് ജോലിക്കാരെ ലഭിക്കാൻ വേണ്ടി അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം ഛത്തീസ്ഗഡിൽ നിന്ന് രണ്ട് യുവതികളെ, ക്രിസ്ത്യാനികളായ രണ്ട് യുവതികളെ അവരുടെയും മാതാപിതാക്കളുടെയും അനുവാദത്തോടെ കൊണ്ടുപോകാനായി ദുർഗ് എന്ന ഛത്തീസ്ഗഡിലെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ രണ്ടുപേരെയും തെറ്റായ രീതിയിൽ ശരിയല്ലാത്ത ആരോപണത്തിൻ്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്ത് 25-ാം തീയതി മുതൽ ജയിലിലാക്കി. ഇന്ന് ഓഗസ്റ്റ് 2-ാം തീയതി അവർക്ക് ജാമ്യം ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് CBCIയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇതിനെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കന്യാസ്ത്രീകളെ ബജ്രംഗ് ദൾ പ്രവർത്തകർ തടഞ്ഞതും തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തതും. ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉൾപ്പെടെ നിരവധി നേതാക്കൾ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് CCV.